കൈവിഷത്തെക്കുറിച്ച് നമ്മൾ പല വീഡിയോകളും ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കേട്ടിട്ടുമുണ്ട്. അതിൻ്റെ പരിഹാരങ്ങൾ ചോദിച്ചുകൊണ്ട് പല ആളുകളും വിളിക്കാറുണ്ട്, നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു രീതിയിൽ കേരളത്തിൽ കൈവിഷം നിവാരണ ഔഷധം കൊടുക്കുന്ന ഒരു ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യത്തെക്കുറിച്ചുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പ്രതിപാദിക്കുന്നത്. മാന്യ പ്രേക്ഷകർക്ക് ശാക്തേയ മാന്ത്രിക പീഠത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ആലപ്പുഴ പ്രധാന റോഡിൽ തിരുവിഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഇറങ്ങിയിട്ട് തൊട്ടടുത്ത് ഒരു 3 കിലോമീറ്റർ പടിഞ്ഞാറോട്ട് മാറി സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം എന്ന് പറയുന്നത്. കേരളത്തിന് പുറത്തുമുള്ള അനേകം ആളുകൾ കൈവിഷ നിവാരണ ഔഷധത്തിന് വേണ്ടിയിട്ട് എത്തിച്ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് അവിടെ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരു ക്ഷേത്രം കൂടിയാണത്. സ്വകാര്യ ക്ഷേത്രമല്ല താനും. ഈ ക്ഷേത്രത്തിൽ കൈവിഷത്തിന് ഔഷധം കൊടുക്കാൻ തുടങ്ങിയിട്ട് നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട്. എങ്ങനെയാണ് ഈ ഒരു ഔഷധം കണ്ടെത്തിയതും അതിന് പിന്നിലുള്ള ഐതിഹ്യവും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരിക്കലും അവിടെ, അതായത് വളരെ പ്രാചീനമായ ഒരു സമയത്ത്, അതൊരു ഗ്രാമപ്രദേശമായിരുന്നു. സമുദ്രത്തിനോട് അടുത്ത് കിടക്കുന്ന കരപ്പുറം എന്ന് പറയുന്ന ഒരു ദേശത്തിലെ, ഇന്ന് ചേർത്തല എന്നറിയപ്പെടുന്ന ദേശം അന്നറിയപ്പെടുന്ന കരപ്പുറം എന്നാണ്. ആ കരപ്പുറം ദേശത്തിലെ അതിപ്രാചീനമായിട്ടുള്ള മഹാദേവ ക്ഷേത്രമാണ് തിരുവിഴ. അന്ന് അവിടെ ഒരു കഴകക്കാരനുണ്ടായിരുന്നു. ആ കഴകക്കാരൻ അവിടെ ചെറിയ ഒരു ജോലിയെല്ലാം ചെയ്ത് ആ ഭഗവാനെ സേവനമൊക്കെ ചെയ്തിട്ട് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു നിവേദ്യച്ചോറുമായിട്ട് വീട്ടിലേക്ക് പോകുന്നു. 3-4 വയറുകളുടെ വിശപ്പടക്കുന്നത് തിരുവിഴ തേവരുടെ ഈ നിവേദ്യച്ചോറ് കൊണ്ടാണ്. അതിവൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. മറ്റു ജോലികൾക്കൊന്നും പോകാനായിട്ടുള്ള ആരോഗ്യസ്ഥിതി ഇല്ലാത്ത, ഭഗവാന്റെ ഭക്തനും അതുപോലെ ഭഗവാനെ സേവിച്ച് കഴിയുന്നതുമായിട്ടുള്ള ഈ ഒരു കഴകക്കാരന് ഭീഷണിയായി ഒരു ദിവസം അവിടെ ഒരു ഭ്രാന്തൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഈ ഭ്രാന്തൻ ഉന്മാദിയാണ്. ഈ കഴകക്കാരനായിട്ടുള്ള ഈ വൃദ്ധനെ കാണുമ്പോൾ അദ്ദേഹത്തെ ഭയപ്പെടുത്തും പറഞ്ഞു നിന്ന് അദ്ദേഹത്തിന് നേരെ ആക്രമിക്കാൻ വരും, മണ്ണുവാരി എറിയും. ഇതൊക്കെയാണ് ഈ ഭ്രാന്തൻ്റെ ഒരു പ്രധാന വിനോദം. എന്നാൽ മറ്റ് ഭക്തന്മാരെയോ അവിടുത്തെ ശാന്തിക്കാരെയോ ആരും തന്നെ ഈ ഭ്രാന്തൻ ഉപദ്രവിക്കാറുമില്ല. ഇയാളെ മാത്രമാണ് കണ്ടാൽ ഉപദ്രവിക്കുക. അങ്ങനെ ഒരിക്കൽ ഈ ചോറുമായിട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചാടി മുന്നിലേക്ക് വീഴുകയും ഈ പടച്ചോറെല്ലാം താഴ്ത്തു പോവുകയും അദ്ദേഹത്തിന് അന്ന് കുടുംബം മുഴുവൻ അന്ന് പട്ടിണിയാകുകയും ചെയ്തു. വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഭ്രാന്തനെ കൊണ്ട് യാതൊരു വിധത്തിലുള്ള ഇതുമില്ല. അങ്ങനെ ആ ഭ്രാന്തന്റെ കുടുംബവും, അത് അടുത്തുള്ളൊരു ഭ്രാന്തനാണ്, ഒരു കുടുംബത്തിലൊരു യുവാവാണ് ഈ ഭ്രാന്തൻ. ആ കുടുംബത്തിൽ ചെന്ന് ഈ പരാതി ഈ പറഞ്ഞ ആ കഴകക്കാരനായ വ്യക്തി പറയുമെങ്കിലും അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം പൂട്ടിയിടാനേ പറ്റൂ. പൂട്ടിയിട്ടാൽ ഭക്ഷണം കഴിക്കാതെ കിടന്ന് മരിക്കും. അതുകൊണ്ട് ആ ഒരു നിവൃത്തികേട് ഉണ്ടാകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ തുറന്നു വിട്ടത്. അതുകൊണ്ട് ഞങ്ങൾ നിസ്സഹായരാണ് എന്ന് രീതിയിൽ ആ കുടുംബക്കാർ പറയുകയും ഇതിനെ തളയ്ക്കാനായിട്ട് നിയന്ത്രിക്കാൻ ആരും ആ കരപ്രദേശത്ത് ഇല്ലാഞ്ഞൊരു കാലഘട്ടത്തിൽ ഇദ്ദേഹം തിരുവിഴ തേവരോട് കിടന്ന് രാത്രിയിൽ സങ്കടം പറയുകയാണ്, തേവരെ, ഞാൻ ഇനി ക്ഷേത്രത്തിലേക്കില്ല. ഈ ഭ്രാന്തൻ്റെ ശല്യം കൊണ്ട് എനിക്ക് ക്ഷേത്രത്തിൽ വരാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനി എന്ത് ചെയ്യും ഭഗവാനെ എന്ന് പറഞ്ഞ് കരഞ്ഞ് ആ വൃദ്ധൻ പ്രാർത്ഥിച്ച് ഉറങ്ങിയ സമയത്ത് രാത്രിയിൽ ഭഗവാൻ നേരിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ആ വൃദ്ധനോട് പറയുന്നു, എൻ്റെ വടക്ക് ഭാഗത്തായൊരു കുളമുണ്ട്. ആ കുളത്തിൻ്റെ സൈഡിൽ ഒരു ചെടി വളർന്നു നിൽപ്പുണ്ട്. അത് തലേ ദിവസം പറിച്ചെടുത്ത് അത് ഭഗവാന്റെ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ ഉള്ളിൽ വയ്ക്കുകയും അതിനുശേഷം രാവിലെ അത് കറന്നെടുത്ത പാലിൽ അത് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ ആ ഭ്രാന്ത് ഉന്മാദം മാറുമെന്ന് പറയുകയും അതുപ്രകാരം ഈ വൃദ്ധൻ വന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ക്ഷേത്രത്തിലെ ആളുകളെല്ലാവരും കൂടെ ഈ ഭ്രാന്തനെ പിടിച്ചുകെട്ടി ഈ പറഞ്ഞ സ്ഥിതിയിൽ ഔഷധം കൊടുക്കുകയും അതോടുകൂടി ആ ഭ്രാന്തൻ്റെ ഉന്മാദാവസ്ഥ മാറുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ ഭ്രാന്തന് താൻ സ്നേഹിച്ച ഒരു കുടുംബത്തിൽ നിന്ന് കിട്ടിയ കൈവശമായിരുന്നു, താൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്ന് കിട്ടിയ ഒരു കൈവശമായിരുന്നു ഇതിനുള്ള അടിസ്ഥാന കാരണം. അങ്ങനെ ഭ്രാന്തിനും കൈവശത്തിനും അതുപോലെ തന്നെ ഉന്മാദാവസ്ഥയ്ക്കും അതിയായിട്ടുള്ള മദ്യപാന ഭ്രമത്തിനുമൊക്കെ ഒരു ഔഷധമായി പിന്നീട് ഇത് മാറുകയും അങ്ങനെ തിരുവിഴ ക്ഷേത്രം കേരളത്തിന് അകത്തും പുറത്തും കൈവിഷ നിവാരണത്തിനുള്ള ഔഷധം കൊടുക്കുന്ന ഒന്നായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ തിരുവിഴ തേവരുടെ ആ ഒരു ദിവ്യ ഔഷധം സേവിച്ച്
അനേകം ആളുകൾക്ക് കൈവിഷ ദുരിതങ്ങൾ മാറുകയും നല്ലൊരു ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇപ്പോഴും അങ്ങനെ കൊടുക്കുന്നുണ്ട്. 5 ദിവസത്തോളം വ്രതാനുഷ്ഠാനത്തോടു കൂടി തലേനാൾ അവിടെ വന്ന് അവിടെ താമസിച്ച് പിറ്റേനാൾ രാവിലെ വെറും വയറ്റിൽ ഈ ഔഷധം സേവിക്കുകയും ഭഗവാന്റെ ക്ഷേത്രത്തിന് നമശിവായ ജപത്തോടുകൂടി പ്രദക്ഷിണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും എത്ര പഴകിയ കൈവിഷവും പോകുമെന്നുള്ളതാണ് വിശ്വാസം. ജാതി മത ഭേദമന്യേ ഏതൊരാൾക്കും അത് സ്വീകരിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ കൈവിഷത്തെക്കുറിച്ചിട്ടുള്ള വീഡിയോ ചെയ്തപ്പോൾ എല്ലാവരും പരിഹാരമായി ചോദിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തിരുവിഴാത്തേവരുടെ ഈ ദിവ്യൌഷധത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമസ്തേ.